അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിളല്ലാഹ് അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, 19-12-2025 റബ്ബി അഊദു ബിക മിനൽ കസൽ എന്ന ശീർഷകത്തിൽ മടി പിടിക്കുന്നതിൽ നിന്ന് റബ്ബിനോട് രക്ഷ തേടാൻ പറഞ്ഞുകൊണ്ടാണ് UAE ഔഖാഫ് പ്രസിദ്ധം ചെയ്ത ജുമാ ഖുതുബ. നാം അലസന്മാരും മടിയന്മാരുമായി തീരരുത്. എപ്പോഴും ഉന്മേഷവും ഉണർവും ഉള്ളവരാകണം. ക്രിയാത്മകമായി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും വേണം. ഒരു മനുഷ്യനെ തളർത്തിക്കളയുന്നതാണ് അവൻ്റെ അലസതയും മടിയും. ഒരു കാര്യത്തിനും ഉന്മേഷം കാണിക്കാതെ, ഒന്നിനും ഒരു മുന്നിട്ടിറങ്ങാത്ത വിധത്തിൽ സ്വയം പിൻവലിഞ്ഞ് പരാജിതനായി പോകുന്ന സാഹചര്യമാണ് മടി പിടിക്കുന്നത് മൂലം ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുക. നാം നമ്മുടെ ഐഹികമായ കാര്യത്തിനു വേണ്ടിയും പാരത്രികമായ കാര്യത്തിനു വേണ്ടിയിട്ടും വളരെ ഉത്സുകരായി പ്രവർത്തിക്കണം. മടി പിടിച്ചാൽ അവൻ ഒന്നിനും കൊള്ളാത്തവനായിത്തീരും. മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, ഫമൻ ദാമ കസ്ലുഹു ഖാബ അമലുഹു. ഒരാൾ മടി അവൻ്റെ ശീലമാക്കിയാൽ അവൻ്റെ എല്ലാ പ്രതീക്ഷയും അതോടുകൂടെ അസ്തമിച്ചു പോകും. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടിയുടെ ആ ഗൗരവം പറഞ്ഞുകൊണ്ട് അതിൽ നിന്ന് രക്ഷ തേടുന്ന പ്രാർത്ഥന എപ്പോഴും നടത്താറുണ്ടായിരുന്നു. പ്രഭാതത്തിലും പ്രദോഷത്തിലും അവിടുത്തെ പ്രാർത്ഥന, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ അജ്സി വൽ കസൽ. അല്ലാഹുവേ, നിന്നോട് ഞാൻ കാവൽ തേടുന്നു, ഞാൻ കഴിവുകെട്ടവനാകുന്നതിൽ നിന്നും മടി പിടിച്ചവനാകുന്നതിൽ നിന്നും. തിരുനബിയുടെ പ്രാർത്ഥന രണ്ട് കാര്യത്തെ തൊട്ടിട്ടാണ്. ഒന്ന്, അയാൾ അശക്തനായിത്തീരുക, ഒന്നിനും കഴിയാത്തവനാകുക. ഒരു കാര്യവും അയാൾക്ക് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം വരിക, അത് ഉണ്ടാവരുത് എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെയാണ് എല്ലാം വൈകിപ്പിക്കുന്ന, എല്ലാം പിന്നീടാക്കാൻ വെക്കുന്ന മടിയും. സത്യവിശ്വാസി റബ്ബിനോട് അങ്ങനെ രാവിലെയും വൈകുന്നേരത്തും റബ്ബിനോട് കാവൽ തേടണം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന, റബ്ബി അഊദു ബിക മിനൽ കസൽ. നാം മടി ഒരു കാര്യത്തിനും കാരണമായി തടസ്സമായി വെക്കാൻ പാടില്ല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുന്നുണ്ട്, ഒരാൾ പറയൽ എനിക്ക് ഏറെ വെറുപ്പുള്ളതാണ്. ഇന്നി കസ്ലാൻ, എനിക്ക് മടിയാണ്, ഞാൻ അതിന് അലസനാണ് എന്ന് ഒരാൾ പറയുന്നത് എനിക്ക് ഏറെ വെറുപ്പുള്ളതാണ്. നമ്മുടെ ഇസ്ലാം നമ്മെ പ്രവർത്തിക്കാൻ പഠിപ്പിക്കുകയാണ്, മടിയെ നിരുത്സാഹപ്പെടുത്തുകയാണ്. നാം നമ്മുടെ കുടുംബത്തിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. അള്ളാഹു നൽകിയ കഴിവുകളും പ്രാപ്തികളും നാം അത് മൂർച്ചപ്പെടുത്തി എടുക്കണം. നല്ല മനക്കരുത്തുണ്ടാവണം. എല്ലാം എന്തും എനിക്ക് ചെയ്തു തീർക്കാൻ കഴിയും എന്ന ആ ദൃഢവിശ്വാസം വേണം. പ്രവാചകന്മാരോട് കർമ്മനിരതരാകാൻ വേണ്ടി അല്ലാഹു തആല കൽപ്പിക്കുന്നുണ്ട്. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സാലിഹൻ ഇന്നി ബിമാ തഅമലൂന അലീം. ഓ പ്രവാചകരെ, നിങ്ങൾ നല്ലത് ഭക്ഷിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്യുക. നിങ്ങൾ പ്രവർത്തിക്കുന്നത് കൊണ്ടിട്ട് ഞാൻ വ്യക്തമായി അറിയുന്നവനുമാണ്. അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണ് എന്ന നിലക്ക് അലസനായി ഇരിക്കുന്നതിനെ നബി തങ്ങൾ വിരോധിച്ചിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞു, എഅ്മലു വലാ തത്തക്കിലു. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കണം. നിങ്ങൾ ഭരമേൽപ്പിച്ചവരാണ് എന്ന് കരുതി നിങ്ങൾ പുറകോട്ട് വലിയരുത്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഒരു സംഘം ആളുകളെ കണ്ടു. അവർ മസ്ജിദിൽ ചടഞ്ഞുകൂടിയിരിക്കുകയാണ്. എന്താണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, നഹനുൽ മുതവക്കിലൂൻ, ഞങ്ങൾ അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചവരാണ്. ഉമർ റളിയല്ലാഹു അൻഹു അവരെ അവിടെ നിന്ന് ഓടിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ലാ യഖഉദു അഹദുക്കും അൻ തലബി റിസ്ഖ്.
നിങ്ങൾ റിസ്ക് തേടുന്നതിൽ നിന്ന് ഒരാളും ഇങ്ങനെ ഇരിക്കരുത്. വയഖൂൽ, അവൻ പറയും, അല്ലാഹുമ്മർസുഖ്നി വഖദ് അലിമ അന്ന അസ്സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. അല്ലാഹു, എനിക്ക് നീ റിസ്ക് തരണേ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലാക്കണം, ആകാശത്തു നിന്ന് ഒരിക്കലും സ്വർണവും വെള്ളിയും നിങ്ങൾക്ക് വർഷിപ്പിച്ചു തരില്ല. നിങ്ങൾ ജോലി ചെയ്യണം, അധ്വാനിക്കണം എന്ന് ഉമർ റളിയല്ലാഹു അൻഹു മടി ഒഴിവാക്കാൻ വേണ്ടി അവരെ ഉപദേശിക്കുകയാണ്. നമുക്ക് എപ്പോഴും പ്രതീക്ഷയാണ് ഉണ്ടാവേണ്ടത്. നാം എപ്പോഴും മുന്നോട്ട് ചലിക്കണം, പുറകോട്ട് മാറി നിൽക്കാൻ പാടില്ല. മടി പിടികൂടുന്ന എല്ലാത്തിനെയും നമ്മൾ ഒഴിവാക്കണം. ജീവിതത്തിൽ നമ്മൾ ഉണർവോടുകൂടെ ഉന്മേഷത്തോടുകൂടി മുന്നേറുകയാണ് വേണ്ടത്. ഒരു കാര്യത്തിലും നമുക്ക് ദുർവ്യയം പാടില്ല. അത് നമ്മളെ ക്ഷീണിപ്പിക്കുകയും രോഗികളാക്കുകയും ചെയ്യും. നമ്മൾ മടിയന്മാരോട് കൂടാനും പാടില്ല. അത് നമ്മളെയും മടിയന്മാരാക്കും. കവി പറഞ്ഞിട്ടുണ്ട്, ലാ തസ്ഹബിൽ കസ്ലാന ഫീ ഹാലാതിഹി കംസാലിഹിൻ ബിഫസാദി ആഖറ യഫ്സുദു. നീ ഒരിക്കലും മടിയന്മാരോട് കൂട്ടുകൂടരുത്. നല്ല കർമ്മോത്സുകരായ പല ആളുകളും അങ്ങനെ മടിയന്മാരോടൊപ്പം ചേർന്ന് അലസരായതുണ്ട്. നമ്മൾ നല്ല പ്രാപ്തരായ നല്ല കഴിവുറ്റ ആളുകളോടൊപ്പം കൂട്ടുകൂടണം. അവർ നമ്മെ വിജയത്തിലേക്ക് നയിക്കും. നബി തങ്ങൾ പറഞ്ഞല്ലോ, അർറജുലു അലാ ദീനി ഖലീലി ഫൽയൻദുർ അഹദുക്കും മൻ യുഖാലിൽ. ഓരോരുത്തരും അവൻ്റെ കൂട്ടുകാരൻ്റെ ശീലവും സ്വഭാവവും അനുസരിച്ചായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നത് എന്ന് എപ്പോഴും ചിന്തിക്കണം. നാം കർമ്മോത്സുകരാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്ന അനുഗ്രഹങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യണം. നമ്മൾ എപ്പോഴും ജനങ്ങൾക്ക് നന്മ ചെയ്യണം. എല്ലാ പ്രഭാതത്തിലും നാം ഓർക്കണം, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർദ ദലൂലൻ ഫംശൂ ഫീ മനാകിബിഹാ. അല്ലാഹു ഈ ഭൂമിയെ നമുക്ക് വഴിപ്പെടുത്തി തന്നു. അതിൻ്റെ ഉയർച്ച താഴ്ചകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുവിൻ എന്ന ഖുർആനിൻ്റെ ആഹ്വാനം നമ്മൾ എപ്പോഴും ഓർക്കണം. നമ്മുടെ പരിശുദ്ധമായ ദീൻ നമുക്ക് ഉന്മേഷം ഉണ്ടാവണം. നാം എപ്പോഴും ഉണർവുള്ളവരായി കാണണം. മടിയന്മാരാകരുത് എന്ന് നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മതമാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളിലേക്ക് ഇങ്ങനെ നോക്കി. അയാൾ മടി കാണിക്കുകയാണ്. ഇബാദത്തിൻ്റെ കാര്യങ്ങളിലൊക്കെ അയാൾ അശ്രദ്ധ. അവരോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലാ തുമിത് അലൈനാ ദീനനാ. നീ നമ്മുടെ ദീനിനെ നീ ഒരിക്കലും നിർജീവമാക്കരുത്. നീ അതിനെ ജീവസുറ്റതാക്കണം. മടിയിൽ ഏറ്റവും ഗൗരവമുള്ളതാണ് ഒരാൾ അള്ളാഹുവിൻ്റെ വിളിക്ക് ഉത്തരം ചെയ്യുന്നതിന് പുറകോട്ട് നിൽക്കുക, അഥവാ നിസ്കാരത്തിന് ഹാജരാകുന്നതിന് മടിയുള്ളവനാകുക. നമ്മുടെ ഉണർവിൻ്റെ ഉന്മേഷത്തിൻ്റെ തുലാസ് അത് നിസ്കാരമാണ്. അള്ളാഹുമായിട്ടുള്ള നമ്മുടെ ബന്ധം അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ആ നിസ്കാരം കൃത്യമായി നിറവേറ്റിയാൽ ഹദീസിൽ കാണാം, അസ്ബഹ നഷീത്തൻ ത്വയ്യിബൻ നഫ്സ്. അയാൾ വളരെ ഉന്മേഷവാനായിക്കൊണ്ട് പ്രഭാതം ഉണർന്നവനാകും. വ ഇല്ല, അങ്ങനെ അല്ലെങ്കിലോ അസ്ബഹ ഖബീസൻ നഫ്സി കസ്ലാൻ, മടിയനും ഒന്നിനും കഴിയാത്തവനുമായി തീരും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മടി പിടിച്ച് നിസ്കരിക്കാൻ പോകുന്നവർ ശ്രദ്ധിക്കണം. അള്ളാഹു അവരെ പറ്റിയാണോ പറഞ്ഞത്? വൈദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. അവർ നിസ്കാരത്തിലേക്ക് നിന്നാൽ അവർ അലസന്മാരായിട്ടാകും നിൽക്കുക എന്ന്. നല്ല കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക അത് മടിയുടെ ലക്ഷണമാണ്. സുന്നത്തുകളോടൊക്കെ ഒരു താല്പര്യക്കുറവ് കാണിക്കുക അതും നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ ഈ കുടുംബത്തിനോടുള്ള ബാധ്യത അതേറെ പ്രധാനപ്പെട്ടതാണ്. അത് നിർവഹിക്കുന്നതിൽ നമ്മൾ അലസത കാണിക്കാൻ പാടില്ല. ഉത്തരവാദിത്തത്തെപ്പറ്റി എപ്പോഴും ബോധവാന്മാരാകണം. നബി തങ്ങൾ പറഞ്ഞല്ലോ, കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യത്തി. ഓരോരുത്തർക്കും ഉത്തരവാദിത്തങ്ങൾ അല്ലാഹു തആല ഏൽപ്പിച്ചിട്ടുണ്ട്. അത്
അള്ളാഹു നാളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്. എപ്പോഴും ഒരു തളർന്നവനായി ക്ഷീണിതനായി ചിന്തിക്കുക. നിർബന്ധ കാര്യങ്ങൾ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തുക. അയാളുടെ ജോലിസ്ഥലത്തും ഉത്തരവാദിത്വങ്ങളിലുമൊക്കെ വീഴ്ച വരുത്തുക. ഒരു വിദ്യാർത്ഥി പഠനത്തിൽ ശ്രദ്ധിക്കാതിരിക്കുക. അതൊക്കെ മടിയുടെ ലക്ഷണമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് നമ്മൾ ശ്രദ്ധിക്കണം. ഇഹ്റിസ് അലാ മാ യൻഫഉക്, നിനക്ക് ഉപകാരമുള്ളതിൽ നീ എപ്പോഴും ബദ്ധശ്രദ്ധനാകണം. വസ്തഇൻ ബില്ലാ, നീ റബ്ബിനോട് സഹായം തേടണം. വലാ തഅജസ്, നീ ഒരിക്കലും കഴിവുകെട്ടവനായി പോകരുത് എന്ന് അവിടുന്ന് ഉപദേശിക്കുകയാണ്. ഓരോ സമയത്തും നാം ചെയ്തു തീർക്കാനുള്ളത് അപ്പോൾ ചെയ്തു തീർക്കണം. പിന്നീടാകാം, ശേഷം ചെയ്യാം എന്ന ചിന്ത നമ്മളെ പുറകോട്ട് നടത്തും. നമ്മുടെ മനക്കരുത്തും ഉണർവുമൊക്കെ അത് ഇല്ലാതെയാക്കി കളയും. നാം മുന്നോട്ട് ചിന്തിക്കുക. നമ്മുടെ ആയുസ് എണ്ണപ്പെട്ട ആയുസ്സാണ്. സമയം വളരെ ക്ലിപ്തവുമാണ്. നമുക്ക് അവസരങ്ങൾ വീണ് കിട്ടുന്നത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. അത് മേഘക്കീറ് പോലെയാണ്. അതങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും, നമ്മളെ കാത്തു നിൽക്കുകയില്ല. ഇപ്പോൾ നാം പ്രവർത്തിച്ച് ഇപ്പോൾ നാം ലക്ഷ്യത്തിലേക്ക് സഞ്ചരിച്ചാൽ ഇന്നത്തെ നമ്മൾ നാളേക്കുള്ള ഒരു ചവിട്ടുപടിയായി കണ്ട് നല്ല കാര്യങ്ങൾ ഉണർവോടുകൂടെ ഉന്മേഷത്തോടുകൂടി ചെയ്യുക. മനുഷ്യൻ ഇന്നല്ലെങ്കിൽ നാളെ ഇല്ലാതെയായിപ്പോവും. അവൻ്റെ നല്ല പ്രവർത്തനങ്ങൾ എന്നും ശേഷിക്കും. രാജ്യത്തിനു വേണ്ടി, ജനങ്ങൾക്കു വേണ്ടി, കുടുംബത്തിനു വേണ്ടിയിട്ടൊക്കെ നല്ലത് പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.